ബിഗ് ബോസ് മലയാളം സീസൺ 4ന്റെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് അവസാന 2 ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇന്ന് രാവിലെ 10 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് ഓഷ്യാനിക് മീഡിയ പുറത്തുവിടുന്നത്. വോട്ടുകളുടെ എണ്ണത്തിൽ തന്നെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഏകദേശം 27,14,742 വോട്ടുകളുമായി റോബിൻ ഒന്നാം സ്ഥാനത്ത് മുന്നേറുകയാണ്. ഇന്നലത്തെ ടാസ്കിലുള്ള റോബിന്റെ പെർഫോമൻസും എല്ലാം വോട്ടുകളിൽ ഒരു വൻ വർധനവ് തന്നെയാണ് വരുത്തിയിരിക്കുന്നത്. എന്നാൽ ഒട്ടും വിട്ടുകൊടുക്കില്ല എന്ന വാശിയോടെ ബ്ലസ്ലി 25,34,812 വോട്ടുകളുമായി റോബിൻ ഒരു വെല്ലുവിളി തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരാഴ്ച വോട്ടിംഗിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുമെന്ന വാശിയോടെയാണ് ബ്ലസ്ലിയുടെ ആരാധകരും. കഴിഞ്ഞ ഒരു ദിവസങ്ങൾ കൊണ്ട് വോട്ടിംഗിൽ ഒരു കുതിച്ചുചാട്ടം തന്നെയാണ് ബ്ലസ്ലി നടത്തിയിരിക്കുന്നത്. 3ാം സ്ഥാനത്തേക്ക് ദിൽഷയെയും പിന്തള്ളി ലക്ഷ്മി പ്രിയയുടെ വമ്പൻ മുന്നേറ്റമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ കാണുന്നത്. 21,32,313 വോട്ടുകളുടെ അകമ്പടിയോടെ നിൽക്കുന്നു. എന്നാൽ ഒട്ടും വിട്ടുകൊടുക്കില്ല എന്ന വാശിയിൽ തൊട്ടുപിറകിൽ തന്നെ 21,11,238 വോട്ടുകളുമായി ദിൽഷയും ഇഞ്ചോടിഞ്ച് പോരാടുകയാണ്. റോബിനുമായുള്ള കോംബോ കുറച്ച് കുറഞ്ഞപ്പോൾ ദിൽഷയുടെ വോട്ടുകൾ പല വഴിയെ ചോരുന്നു എന്ന് വേണം കരുതാൻ. 5ാം സ്ഥാനത്ത് 18,98,485 വോട്ടുകളുമായി ധന്യ തുടരുന്നു. വോട്ടിംഗിന്റെ ആദ്യഘട്ടങ്ങളിൽ കണ്ടുവന്ന ഒരു മുന്നേറ്റം ധന്യയ്ക്ക് പിന്നീട് അങ്ങോട്ട് തുടരാൻ സാധിച്ചിട്ടില്ല. വോട്ടുകളിൽ വൻ ഇടിവ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇന്നലത്തെ ടാസ്കിലെ മോശം പെർഫോമൻസ് കൂടിയാകുമ്പോൾ ഇനിയും വോട്ടുകൾ കുറയും എന്ന് തന്നെ കരുതാം. 15,48,321 വോട്ടുകളുമായി വിനയ് മാധവ് 6ാം സ്ഥാനത്ത് ചെറിയൊരു ചലനം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്നലത്തെ ടാസ്കിൽ റോബിനും വിനയും നടത്തിയ പ്രകടനമായിരിക്കണം പ്രേക്ഷകർക്ക് വിനയ് മാധവിന് വോട്ടുകൾ നൽകാൻ പ്രേരണ ആയത്. അവസാന സ്ഥാനത്ത് അപർണ 14,78,768 വോട്ടുകളുമായി വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. ബിഗ് ബോസ് ഹൗസിലെ മോശം പ്രകടനം തന്നെയാകണം അപർണയുടെ വോട്ടുകളിലുള്ള കുറവിന് കാരണം. എന്തായാലും 2 ദിവസങ്ങൾ മാത്രം വോട്ടിങ്ങിന് അവശേഷിക്കെ വിനയ് മാധവിനും അപർണയ്ക്കും നന്നായി വേർക്കേണ്ടി വരും എവിഷനിൽ നിന്ന് രക്ഷപ്പെടാൻ. ബിഗ് ബോസ് മലയാളം സീസൺ 4ന്റെ കൃത്യമായ വോട്ടിംഗ് അപ്ഡേറ്റ് അപ്പോൾ തന്നെ അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക.